നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സനാതനധർമ്മം എന്ന ഒരു പ്രധാന ആശയത്തെ, ഒരു വലിയ ഗഹനമായ ഒരാശയത്തെ ഭാരതീയർ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് എന്നാണ് അതിൻ്റെ വാക്യാർത്ഥം. പക്ഷേ അത് നമ്മൾ ബോധ്യപ്പെടുന്നത് പോലെയല്ല മനസ്സിലാകുക എന്ന് പറയുന്നത് വളരെ ഒരു കാലം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രയോഗം കൊണ്ടോ എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യാസം. ഞാൻ കാലം കൊണ്ട് വളരെയധികം കാലം കൊണ്ട് ഇങ്ങനെ ഉറച്ചുറച്ചുറച്ചു വന്ന് മനസ്സിലാവും. പിന്നെയോ ചിലത് നിമിഷം കൊണ്ട് മനസ്സിലാകും. അപ്പോൾ അത് ബോധ്യപ്പെടുന്നത് വേറെ, മനസ്സിലാകുന്നത് വേറെ ആയിപ്പോവും. കാലമെടുത്ത് മനസ്സിലാകുന്നത് ബോധ്യപ്പെടലും മനസ്സിലാകലും ഒരുമിച്ച് നടക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ആദ്യം നമ്മൾ ബോധ്യപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ആ ഒരു ശ്രദ്ധയുടെ ഫലം കൊണ്ടാണ് അത് മനസ്സിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ചിറങ്ങി മനസ്സിലും ബോധ്യത്തിലും ബുദ്ധിയിലും മനസ്സിലും ഒരുപോലെ ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് പ്രയോജനകരമായിട്ട് വരുന്നത്. ഈ സിങ്ക്രണൈസേഷൻ അവിടെ നടക്കും. അപ്പം മറ്റത് ഒരു ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു വികാരം കൊണ്ട് നമ്മൾ മരുന്ന് കുത്തിവെക്കുന്നത് പോലെ. നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ജീവി, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവി ഭയങ്കരമായിട്ട് അലറിക്കൊണ്ട് നമ്മുടെ മേലെ ചാടി വന്ന് മാന്തി കീറി പൊളിച്ചു പോകുന്നു. ദൈവാധീനം പോലെ പുറകെ വന്ന ചില കൂട്ടർ നമ്മളെ കണ്ട് ഉടനെ വൈദ്യന്റെ അടുക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോന്നു. പക്ഷേ ആ ജീവിയുടെ ഫോട്ടോ കണ്ടാൽ പോലും നമുക്ക് പിന്നെ ഭയം വരും. എന്ന് പറഞ്ഞാൽ അത് മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞു. ഇത് ഭയങ്കര ഒരു ജീവിയാണ് എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സിലേക്ക് ആ നിമിഷം കൊണ്ട്, ശക്തമായിട്ടുള്ളൊരു ഭയമെന്നുള്ള വികാരം കൊണ്ട് അത് മനസ്സിലേക്ക് കയറി. പക്ഷേ എന്താണ്, അത് ചിലപ്പോൾ അത്രയധികം അപകടകാരിയായിട്ടുള്ളൊരു ജീവി ആകണമെന്ന് പോലുമില്ല. അതിനെ വേറെ ഏതെങ്കിലും ഒരു ഭീകരമായിട്ടുള്ളൊരവസ്ഥ അതിന് സംഭവിച്ചിട്ട് അത് ചാടി മറിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളതിലെ പോയത്, നമ്മുടെ മേത്തേക്ക് വീണ് അതിൻ്റെ നഖമൊക്കെ കൊണ്ട് കീറിയതാകാൻ ചിലപ്പോൾ. നമുക്ക് നേരം പോലും കിട്ടിയിട്ടില്ല. മനസ്സിലാണ്ടോ? അത് ഒരു ആക്സിഡന്റലായിട്ട് സംഭവിച്ച ഒരു കാര്യമായിരിക്കാം. പക്ഷെ നമുക്ക് അത് പറഞ്ഞാലൊന്നും നമുക്ക് ബോധ്യമാകില്ല. നമ്മളൊരു തീപിടുത്തം ഉണ്ടായി, അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് വെട്ടുപോയി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു കഴിയുമ്പോൾ തീപിടുത്തത്തിന്റെ ഏതെങ്കിലും വാർത്ത കേട്ടാലോ നമ്മൾ അത് എവിടെയെങ്കിലും കാണാനോ ടി വിയിലോ എങ്കിലും കണ്ടാൽ തന്നെ പേടി വരും നമുക്ക്. എന്നുവെച്ചാൽ നമ്മളെ അനുഭവം അത് തീപിടിച്ചാൽ നമുക്ക് പൊള്ളുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാലൊന്നും ആ മനസ്സിലാകലുണ്ടാകില്ല. നമ്മൾ നേരിട്ട് അതിനകത്ത് അത്രയധികം ശക്തമായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രണ്ട് വിധത്തിലാണ് മനസ്സിലേക്ക് കയറുന്നത്. ഒന്ന് ആക്സിഡന്റലായിട്ട് കയറുന്നത്, അത് നമുക്ക് മനസ്സിലാകും. പക്ഷെ അത് ബുദ്ധിയും മനസ്സുമായിട്ടുള്ള സിങ്ക്രണൈസേഷൻ കൊണ്ട് സംഭവിക്കുന്നതല്ല. എന്നാൽ വളരെ കാലം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് നമ്മൾ ഈ ബുദ്ധിയും മനസ്സുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യിക്കാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. മറ്റത് അങ്ങനെയില്ല. അതൊരു സഡനായിട്ടുള്ള വികാരം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് മനസ്സിലേക്ക് കയറുന്നത്. അത് വികാരത്തള്ളിച്ച കൊണ്ട് അത് ഭയമാകാം,
അല്ലെങ്കിൽ ആസക്തിയാകാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം കൊണ്ട് മനസ്സിലേക്കാകണതാണ്. പക്ഷെ അത് ബൗദ്ധികമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാകില്ല. എന്നാൽ ബൗദ്ധികമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന കാര്യങ്ങളോ അത് നമ്മൾ ഒരു സ്റ്റോക്ക് പോലെ ചെയ്തിരിക്കുകയാണ്. അത് മനസ്സിലായിട്ടില്ല. കുട്ടിയുടെ നമ്മുടെ വളരെ സ്നേഹമുള്ള നമ്മുടെ മോൻ, ആ മോന് എന്തെങ്കിലും ഒരു അസുഖം വന്ന് കൈവേദന അല്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞ് നമ്മൾ ഇവനെ കൊണ്ടുപോകാൻ ഉള്ള സൗകര്യവും ഇല്ല നമുക്ക് ഉടനെ. എന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി ഇവനെ നടക്കാനും വരെ എടുത്തോണ്ട് പോകാനും പറ്റില്ല, വാഹനമൊന്നും പോകാത്ത സ്ഥലമാണെങ്കിൽ പോലും ഉടനെ നമ്മൾ ഡോക്ടറെ കണ്ട് വിവരമൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും മേടിച്ചോണ്ടിരാ അല്ലെ ഡോക്ടറെ വിളിച്ചോണ്ടിരാ എന്ന് പറഞ്ഞ് പോകണതാണെങ്കിൽ പോലും എന്താണ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും, അത് തലയുടെ ഏത് ഭാഗത്തായിരുന്നു വേദന പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്ക് അത്രയധികം സ്നേഹമുള്ള മോനാണ്. പക്ഷേ അപ്പം അവൻ എവിടെയാണ് കൈവച്ചതെന്നൊക്കെ ആലോചിച്ച് നമ്മൾ പതുക്കെ തിരക്കി നമ്മൾ ആലോചിച്ച് വന്നിട്ട് നമ്മൾ അത് ഈ വശത്താണ് കേട്ടോ ഡോക്ടറെ പറഞ്ഞത്. അപ്പൊ എന്താണ്, പക്ഷേ മോനോട് ചോദിച്ചാൽ ഏത് വയസ്സത്താണ് വേദന എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആലോചിച്ചെടുത്ത് പറയേണ്ടി വരുന്നത് മനസ്സിലാകാത്ത കാര്യമാണ്. പക്ഷേ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് യുക്തി കൊണ്ട് നമ്മൾ ബുദ്ധിയിലേക്ക് രജിസ്റ്റർ ചെയ്യും. ബുദ്ധിയുടെ ടൂള് യുക്തിയാണ്. അതുകൊണ്ട് പക്ഷേ മനസ്സിൽ ആകുക എന്ന് പറയുന്നത് മനസ്സിന്റെ ആ ടൂള് വികാരമാണ്. വികാരങ്ങൾ കൊണ്ടാണ് മനസ്സിൽ രേഖപ്പെടുത്തുന്നത്, യുക്തി കൊണ്ടാണ് ബുദ്ധിയിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ബുദ്ധിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ നടത്തുമ്പോഴാണ് എന്ത് പറ്റുന്നത്, സുഖമായിട്ട് നമ്മളുടെ ജീവിതം പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഫ്രിക്ഷൻ ആയിരിക്കും. നമ്മളെ ഭരിക്കാനായിട്ട് ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുത്ത് വിടും. എന്നിട്ടോ ആ തിരഞ്ഞെടുത്ത് വിടുന്ന ഭരണകൂടത്തിന് നമ്മളെ നിയന്ത്രിക്കാനാണ് നമ്മൾ പറയുന്നത്. അതിനാണ് വിടുന്നതേ. അല്ലാണ്ട് നമ്മളെ എല്ലാവരെയും എപ്പോഴും സന്യാസിമാരുടെ ഒക്കെ ചെല്ലുമ്പോൾ അവനെ നന്നായി വരട്ടെ എന്ന് പറയുന്നത് പോലെ എല്ലാവരോടും നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചു വിടാനല്ല. നമ്മൾക്ക് എത്ര വരെ ചെയ്യാം, എത്ര വരെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിധത്തിൽ നിയമങ്ങളുണ്ടാക്കി അത് നമ്മളെ കൊണ്ട് നിർബന്ധിതമായിട്ട് പാലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് വിടുന്നതാണ്. അത് ജനങ്ങളുടെ ഒരു കോംപ്രമൈസ് ആയിട്ടാണ്, ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ ക്രോഡീകരിച്ചിട്ട് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, തെരഞ്ഞെടുക്കുന്നത്. എവിടെ? ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്, ഇലക്ട് ചെയ്യുകയാണ്. എന്നാലോ അവിടെ അവരെന്ത് ചെയ്യും, ഈ ഇലക്ട് ചെയ്യപ്പെട്ട ആളുകൾ എന്താണ്, ഇന്ന 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 ദേശങ്ങളിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാനാണ് പല 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 ദേശങ്ങളിൽ നിന്ന് ഓരോരോ റെപ്രസെന്റേറ്റീവ്സിനെ വച്ച് മേഖല തിരിച്ച് തെരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്, എത്ര ആളുകളുടെ പ്രോബ്ലംസ് ഇയാൾക്കറിയാം, അതാണ്. അല്ലാണ്ട് അയാൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നോ ഇയാൾക്ക് എന്ത് ആരോഗ്യം ഉണ്ടെന്നോ ഒന്നുമല്ല നോക്കുന്നത്. ജനങ്ങൾ എത്ര ആ ഏരിയയിലുള്ള ജനങ്ങളുമായിട്ട് ഇയാൾക്ക് സമ്പർക്കമുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ എത്ര ഇയാൾക്കറിയാം. അതുകൊണ്ടാണ് അവരെ ഇത്രയും ജനങ്ങൾ ചേർന്ന് തിരഞ്ഞെടുത്ത് വിടണത്. അപ്പൊ ഒരു MLA യോ MP യോ ഒക്കെ ആയിരിക്കുമ്പോഴുള്ള ക്വാളിറ്റി അതാണ്, എത്രമാത്രം ജനങ്ങളുടെ പ്രശ്നങ്ങളെ അറിയാം എന്നുള്ളതാണ്. അല്ലാണ്ട് വേറൊന്നുമല്ല. അയക്കത് അതിന് പരിഹാരം എന്ത് കണ്ടെത്തും എന്നൊക്കെയുള്ള തീരുമാനം. ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവിടെ ചെന്ന് ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് ഉള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എത്ര ജനങ്ങളുമായിട്ട്
സമ്പർക്കമുണ്ട്, നല്ല പേഴ്സണലായിട്ട് പ്രശ്നങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അവരവരുടെ ആ ജനങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളുമായിട്ട് ഇയാൾക്ക് എത്ര കണ്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ നടത്തിയെടുക്കുന്നത്. എന്നാൽ ഇത് ഇതുപോലെയുള്ള എല്ലാ അറിവുകളും കൊണ്ട് അവിടെ കൂടിയിരുന്നാണ് നിയമസഭ കൂടുന്നത്. അവിടെ എന്നിട്ട് എല്ലാവരുടെയും കൂടെയുള്ള കോംപ്രമൈസ് കൊണ്ടാണ്. ഇയാൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, മറ്റേയാൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഇങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങളാണ് അവിടെ കേൾക്കുന്നത്. ആവശ്യങ്ങൾ വരുമ്പോൾ ഇതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഇത്ര പോകാം. അപ്പോഴാണ് കൈ കൊണ്ട് നമുക്ക് കൈയൊക്കെ നല്ലോണം വീശാം, മറ്റവന്റെ മൂക്ക് വരെ എത്തരുത്, മൂക്കെ തൊടരുത് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അതിന് നമുക്ക് എത്ര ആം അരുത് എന്ന് തീരുമാനിക്കുന്നതാണ് നിയമം. അങ്ങനെ നിയമം ഉണ്ടാക്കണം, എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമ്മളുടെ ജീവിതചര്യകളെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് നിയമം. അത് എഴുതി വെക്കാൻ പറ്റുന്നതൊക്കെ നിയമമായിട്ട് എഴുതി വെക്കും. എഴുതി വെക്കാൻ പാടില്ലാത്തതിനെ നമ്മൾ സംസ്കാരം എന്ന് പറയും. ആ സംസ്കാരം ഉരുത്തിരിഞ്ഞു വരുന്നതാണ്, പാലിക്കേണ്ടതാണ്. അതിനെന്ത് വേണം? ഇത് എഴുതി വച്ചിട്ടില്ല, പക്ഷേ അതിനാണ് ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് കൊടുക്കാനത് മതങ്ങളെ ഏർപ്പിച്ചിരിക്കണത്. മറ്റത് ഭരണാധികാരികളാണ് നിയമം പാലിക്കാൻ വേണ്ടിയിട്ട്. മതങ്ങൾ എന്ത് ചെയ്യണം? ദൈവഭയം ഉണ്ടാക്കിക്കൊണ്ട്, ദൈവത്തിനോടുള്ള ഭക്തിയും ഭയവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട്, അവനെ മനസാക്ഷിയായിട്ട് ദൈവത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ മരുതെന്ന് തിരിച്ച് കൊടുക്കുന്നതാണ്. ഇവിടെ പുറമേ നിന്നുകൊണ്ട് ഭരണകർത്താക്കള് അരുത് എന്ന് തിരിച്ച് എഴുതി വെച്ചിട്ട് കൊടുക്കും നിയമമായിട്ട്. അതിനാണ് ലിഖിത നിയമം. പിന്നെ അലിഖിത നിയമം. അലിഖിത നിയമം എവിടുന്ന് വരേണ്ടതാണ്? മനസാക്ഷിയിൽ നിന്ന് വരേണ്ടതാണ്. മനസാക്ഷി എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് സങ്കല്പിച്ച് മനസാക്ഷിയിൽ വെച്ചിരിക്കുന്നത്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് ആ സമത്വഭാവനയുള്ള ഒരു ആ ഭാവത്തെയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ കഴിവുള്ളവൻ എന്നാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ഒന്ന് ഭരിക്കുന്നു, പുറമേ നിന്ന് ഭൗതിക കാര്യങ്ങളിലും സാമൂഹികമായിട്ടുള്ള ആ നമുക്ക് ഇന്ദ്രിയ ഗോചരത്വമുള്ള അവസ്ഥയിൽ ഉള്ള കാര്യങ്ങളും ഭരിക്കുന്നു. മനസ്സിലാവണ്ടോ? എഴുതി വെക്കാൻ പറ്റുന്ന വിധത്തിൽ നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊരു നിയമം എഴുതി വെച്ച് പഠിപ്പിക്കാനൊന്നും ഒരു ഭരണകർത്താക്കൾക്കും പറ്റുകയില്ല. എന്താ വെച്ചാൽ ഞാൻ ഉള്ളിൽ എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വേറൊരാൾക്കൊരു സാധ്യതയില്ലാത്തത് കാരണം ഞാൻ സ്നേഹിക്കണുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. അതിനാണ് ദൈവം എന്നുള്ള സങ്കല്പത്തിന്റെ ആവശ്യം. അപ്പോൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് വെച്ചാൽ അറിയുന്നതല്പം അറിയാത്തതനന്തം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഭരണം പൂർണ്ണമായിട്ടും വിജയിക്കണമെങ്കിൽ അറിയുന്ന അല്പത്തെക്കാളും എന്ന് പറഞ്ഞാൽ എഴുതി വച്ചിട്ടുള്ള നിയമങ്ങളെക്കാളും എഴുതപ്പെടാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു നിയമസംഹിത സാംസ്കാരികമായിട്ട് എന്ന് പറയും. സംസ്കാരം അത് ഇങ്ങനെ വളരെ ഉരുത്തിരിഞ്ഞ് കാലദേശ വൈയക്തികമായിട്ട് ആവശ്യാനുസരണം ക്രമീകരിക്കപ്പെടുന്ന വിധത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒന്നാണ്. അതാണ് ദൈവത്തിന്റെ പ്രസക്തി. അവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് വാദിക്കലല്ല ആവശ്യം. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരെ പോലും ദൈവം ഉണ്ടെന്ന് കാണിക്കുകയും ഈ ദൈവം എന്നുള്ളത് നമ്മുടെ മനസാക്ഷിയായിട്ട് വന്നുകൊണ്ട് അതിന്റെ ഭരണത്തെ അനുസരിക്കാൻ നമുക്ക് ബാധ്യസ്ഥത ഉണ്ടാക്കി കൊടുക്കുകയാണ് മതത്തിന്റെ ധർമ്മം. ഇവിടെ എന്താണ് വലിയ ബുദ്ധിമുട്ടിന്? ഈ മനസാക്ഷിയുടെ പ്രവർത്തനവും നമ്മളുടെ ഭരണകൂടത്തിന്റെ ലിഖിതമായിട്ടുള്ള ആ നിയമ അനുസരണത്തിന്റെ ക്രമീകരണവും രണ്ടും സിങ്ക്രണൈസ് ചെയ്താൽ മാത്രമേ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രം എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ
നാം അതിനകത്തെ പൗരന്മാരുടെ മനസാക്ഷിയോട് ചേർന്ന വിധത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യനീതി ഉറപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ആ നിയമത്തെ അനുസരിക്കുന്ന മനസാക്ഷി ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പം മനസാക്ഷി ഓരോ പൗരന്റെയും മനസാക്ഷിക്കനുസരിച്ചിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തോടു കൂടി ആയിരിക്കും ഒരു രാഷ്ട്രത്തിൽ നിയമം ഉണ്ടാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞാൽ നിയമത്തെ അനുസരിക്കുന്ന രീതിയിൽ ഇതിനനുസരിച്ച് നിയമത്തെ ക്രമീകരിച്ചുണ്ടാക്കുന്നു. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിയമത്തിനനുസരിച്ച് മനസാക്ഷിയെ ക്രമീകരിക്കുന്ന വിധത്തിലായിരിക്കണം മതങ്ങൾ മനസാക്ഷിയെ അവരവരുടെ മതങ്ങളിൽപ്പെട്ടവരുടെ മനസാക്ഷിയെ ക്രമീകരിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തമ്മിൽ ഒരു സമീകൃതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിയുമ്പോൾ രാഷ്ട്രം ഏറ്റവും ഉന്നതിയിലേക്ക് പോകും. ആ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് സമാധാനവും സന്തോഷവും ആനന്ദവും ഒക്കെ ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതവും ലഭിക്കും. ഇതാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനസാക്ഷിയെ ക്രമീകരിക്കേണ്ടതിനും നമ്മളുടെ നിയമ സംവിധാനം ഉണ്ടാകണതിനും ഒക്കെ ചിട്ടയുണ്ടായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ആ കുഞ്ഞുനാളിൽ തൊട്ട് കേട്ടു വളരുന്നത് ഈ സമാനതയെപ്പറ്റിയുള്ള ബോധമായിരിക്കും. അതിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് കാലകാലനെ 4 വേദങ്ങൾക്കും മൂലമായുള്ള തൃപ്പാദ പങ്കജം മാലകറ്റുവാൻ മാനസേ തോന്നണേ നീലലോചന കൃഷ്ണ ഹരേജി എന്ന് പഠിപ്പിച്ചത് അതെന്താണ്? വെറും പ്രാർത്ഥനയായിട്ട് അത് നമ്മളുടെ വളർച്ചയ്ക്കനുസരിച്ച് അതിന്റെ അർത്ഥതലങ്ങൾ കൂടി വരുന്ന നമ്മൾ ഒരു ശരിയായിട്ട് ഒരു കുടുംബസ്ഥനായി വരുമ്പോഴത്തേക്കും അതുവരെ നമുക്ക് വിദ്യാഭ്യാസം മാത്രമേ ധർമ്മമായിട്ട് വരുന്നുള്ളൂ. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എന്താണ്? ബ്രഹ്മചാരികളാണ്. ആ ബ്രഹ്മചാരിക്ക് പഠനം മാത്രമേ ഉള്ളൂ. അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗാർഹസ്ഥ്യത്തിലാണ്. ആ സമയത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഉള്ളിലിങ്ങനെ നിരന്തരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ കാര്യങ്ങളെ നമ്മൾ അത് ഉറയ്ക്കും, മനസ്സിലാകും. അതിനെ ബുദ്ധിയുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ഭരണവുമായിട്ട് നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ഭരണവുമായിട്ട് വളരെയധികം സിങ്ക്രണൈസ് ചെയ്തു പോകും. അപ്പോൾ ഇതിന്റെ ഈ വെറും ചെറിയ ഒരു പ്രാർത്ഥനയ്ക്ക് നമുക്ക് എന്തുമാത്രം അർത്ഥമുണ്ടെന്ന് നമ്മൾ പകുതിയെ അതിന്റെ അർത്ഥം പറഞ്ഞുള്ളൂ. ബാക്കി നമുക്ക് പൂർണ്ണമായിട്ട് അടുത്ത ദിവസം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാലും അതിന്റെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോണെന്നൊരു സംശയം വരാതിരിക്കാനാണ് ഭരണത്തിന് ഇത് എത്രമാത്രം ആവശ്യമുണ്ട്, ഈ സനാതന എന്നുള്ള എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കി ഭരണത്തെ അത് എത്രമാത്രം ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കാനാണ് ഇടയ്ക്ക് കയറി ഭരണത്തെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ശ്ലോകത്തെ ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് വിസ്തരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇത് മതി. ഓം നമഃ ശിവായ.